ഇത്തവണത്തെ ഒരു പ്രത്യേകത മൊട്ട ചാനലിൽപ്പെട്ട ഒരു വിഡ്ഢി ഈ തെണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. തെണ്ടി എന്നുള്ള വാക്കും സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം തെണ്ടികളെ എനിക്കെതിരായിട്ട് ബാനഷ്ടത്തിന് കേസ് കൊടുക്കും. അവർക്കൊരു അന്തസ്സുണ്ട്. ഇവൻ്റെ പേര് ഷഹബാസ് എന്നോ മറ്റോണ്. ഒരു എംബോക്കി എന്ന് പറഞ്ഞാൽ ഇത് വലിയ തെറ്റില്ല. മലപ്പുറത്തുനിന്ന് വരുന്ന ഒപ്പന ടീമിൽപ്പെട്ട ഒരു കുട്ടിയോട് മണവാട്ടിയുടെ വേഷം ധരിച്ചിരിക്കുന്ന കുട്ടിയെടുത്ത് അവൻ്റെ മൂരി ശൃംഗാരം കണ്ടല്ലോ മതിലിനോട് ചേർത്ത് നിർത്തി നല്ല ഇടി കൊടുക്കാൻ തോന്നും. എനിക്കത് തോന്നി. അത് കാണുന്ന നിങ്ങൾക്കും അത് തന്നെ തോന്നും. ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനാണെന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് ആഹ്വാനമാണ്. ഇയാൾ കാണിക്കുന്ന വൃത്തികേട് കണ്ടപ്പോഴാണ് സത്യത്തിൽ ബോച്ച എത്ര പുണ്യവാനാണ്, എത്ര വിശുദ്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നത്, എത്ര നമുക്ക് മനസ്സിലാവുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മൊട്ട നടത്തുന്ന പരാമർശങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വല്ല ഇടിവെട്ടുണ്ടായിട്ട് ഇവൻ്റെ ചാനൽ കത്തിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ഇത്രയും ആഭാസന്മാരാണ്, ഇത്ര വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താന്തവന്മാരാണ് ഈ ചാനൽ പ്രവൃത്തി കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇവർ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിന് പിന്നൊരു അന്തസ്സുണ്ട്. യുവന്മാർ കാണിക്കുന്ന ഈ വൃത്തികേട് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും വൃത്തികെട്ട വാക്കുകൾ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ മനോനില ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് പറയാത്തത്.